ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മമ്മിയുടെ സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ അതിനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ പള്ളി പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ വീട്ടിൽ വന്നു. 2-3 ദിവസം, അതായത് ഫ്രൈഡേ പോയി, അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ ശനിയാഴ്ച പോയി, മൺഡേ നൈറ്റ് തിരിച്ചു വന്നു. അപ്പം അങ്ങനെ കുറച്ച് ദിവസം നമ്മളിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീടിനുണ്ട്. നമ്മൾ ആൾ മാറി നിൽക്കുമ്പോൾ മൊത്തം പൊടിയൊക്കെ ആവും. അപ്പോൾ ഫുള്ളൊന്ന് എല്ലാം തുടച്ച് സെറ്റാക്കി വൃത്തിയാക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുക്കാം, ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ഇടണമല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 7 മണി 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലപോലെ വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് വെള്ളമാണ് മസ്റ്റ്. വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. കാരണം കറണ്ട് ഒരു 8 മണിക്ക് ശേഷം ഏത് നിമിഷവും കറണ്ട് പോകുമ്പോൾ ഇവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്തിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളായിട്ട് എപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഇത് ഇന്നലെ മമ്മി ചേട്ടായുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ വെച്ച് പായസത്തിൻ്റെ ബാക്കി കുറച്ചേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നമുക്കും തന്നു വിട്ടു. വീണ്ടും പോയി നാളെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ പഴയ പായസം കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അരിപ്പായസമാണ് ഞാൻ ഉദ്ദേശിച്ചത്, മറ്റേത് എനിക്കറിയത്തില്ല. അപ്പം അത് നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ പറയണം. ഇതും മമ്മി പറിച്ച് വാട്ടി ഉണങ്ങി വെച്ച കപ്പയാണ്. അത് ഒരു കൂട് നിറച്ച് തന്നു വിട്ടു. അവിടെ അങ്ങനെ ആർക്കും കപ്പ ഇഷ്ടമില്ല, മമ്മിക്ക് മാത്രം അത്രയ്ക്ക് ഇഷ്ടമുള്ളൂ, വേറെ ആർക്കും വലിയ കാര്യമില്ല. ഞങ്ങൾക്ക് ഭയങ്കര കാര്യമായതുകൊണ്ട് ഞങ്ങളെപ്പോഴും അത് വേവിച്ച് നമുക്ക് മീനോ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ അടിപൊളിയാണ്. ഇനി ഇതിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ചുമ്മാതാണെങ്കിലും കപ്പ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് അതുണ്ടെങ്കിൽ കപ്പ ഉണ്ടെങ്കിൽ പിന്നെ കാപ്പയ്ക്ക് എന്താണെന്നുള്ളൊരു ടെൻഷനില്ല. അപ്പോൾ ഞാനിങ്ങനെ പൊങ്ങിയിടുന്നത് എന്താണെന്ന് വെച്ചാൽ അവക്കുഞ്ഞ് ഉറങ്ങുവാണ്. എന്നിട്ട് ഈ കുക്കറിനകത്തേക്ക് കപ്പയിടുമ്പോൾ കിറുകിറുന്നുള്ള സൗണ്ട് കേൾക്കും. അപ്പോൾ ആ സൗണ്ട് പിന്നെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊങ്ങിയിട്ട് പതുക്കെ അതിൻ്റെ മൂട്ടിൽ കൊണ്ട് വെച്ചിടുന്നത് കേട്ടോ. ഇച്ചിരി വലിയ കുക്കറായതുകൊണ്ട് കൈകാര്യം ചെയ്യാനാണെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാവക്കുട്ടി എഴുന്നേറ്റിട്ടില്ല. രാവിലെ അച്ചാച്ചൻ ഉറങ്ങുവാണോ എന്ന് ചോദിച്ചാൽ ഉറങ്ങുമല്ലോ. പക്ഷെ അവളുടെ അടുത്ത് കട്ടിലേലായതുകൊണ്ട് ഒരാൾ എപ്പോഴും കൂട്ടത്തിൽ വേണം കേട്ടോ. അല്ലെങ്കിൽ കട്ടിലേൽ നിന്ന് എപ്പോഴാണ് താഴെ വീഴുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എപ്പോഴും അവളുടെ കൂടെ ഇരിക്കും. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പോരും. രാവിലെ എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ അച്ഛയും അവളും കൂടി അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ അതാണ് എല്ലാ ദിവസത്തെയും പരിപാടി. അപ്പോൾ വീട്ടിൽ നിന്ന് പോരാൻ നേരത്ത് മമ്മി കുറച്ച് ഉണക്ക മീൻ തന്നു വിട്ടു കേട്ടോ. മമ്മിക്ക് നോയമ്പാണ്, വേറെ ആർക്കും നോയമ്പില്ല, എനിക്കും നോയമ്പില്ല. ഞാൻ നോയമ്പ് എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ നോയമ്പ് നോക്കിയാൽ ശരിയാവത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നോയമ്പ് എടുത്തിട്ടില്ല. അപ്പോൾ മമ്മി മീൻ തന്നു വിട്ടു. അപ്പോൾ അന്ന് ആ മീൻ ഉപ്പുള്ളത് കൊണ്ട്, പൊടി മീൻ ആയതുകൊണ്ട് നമ്മളത് വെള്ളത്തിലിട്ട് ശകലം ഉപ്പൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ വറക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കപ്പയും ഉണ്ടല്ലോ, അപ്പം മീൻ എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ച് പിന്നെ കുഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുന്നേ നമ്മൾ വീടൊക്കെ തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ നടക്കില്ല കേട്ടോ. പിന്നെ അവൾ ആ വെള്ളം ഇങ്ങനെ ചവിട്ടി നടന്ന് ചിലപ്പോൾ വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ അധികം വെള്ളമൊന്നുമില്ല, മോപ്പൂശി തുടയ്ക്കുന്നത് കൊണ്ട്. പക്ഷേ എന്നാലും അവളുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ചടപടാന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അവൾ എപ്പോഴും എണീറ്റ് കഴിഞ്ഞാൽ ഓടി നടന്ന് ഇതിലെയാണ് കേട്ടോ കളിയും പരിപാടിയൊക്കെ. ഈ വർക്ക് ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട് നമ്മുടെ ഓപ്പോസിറ്റായിട്ട് കറക്റ്റായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അവിടുത്തെ വീട്ടിൽ ചേച്ചിയും ചേട്ടനും എല്ലാവരുമായിട്ടുള്ള ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് അവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾ എപ്പോഴും ഇവിടെ ഇറങ്ങി വരും. അപ്പോൾ ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ പെരയ്ക്കാൻ പോലെ തന്നെ എപ്പോഴും വൃത്തിയാക്കി തന്നെ ഇടും കേട്ടോ. കാരണം കുഞ്ഞിവിടെ ചവിട്ടിയിട്ട് പെരയ്ക്കകത്ത് കയറുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കഴുകി തുടച്ചിടും. പിന്നെ നമ്മൾ തുണിയാണെങ്കിലും ഇവിടെയാണ് ഉണക്കാനിടുന്നത്. തുണി നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ നമ്മളിവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവളുടെ വാക്കറൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. വാക്കറിലൊന്നും ഇപ്പോൾ ഇരിക്കത്തില്ല കേട്ടോ. അതൊക്കെ അതിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ തന്നെ നടക്കാറായില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വാക്കറൊന്നും വേണ്ട. പിന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഇരുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം ആശാത്തി ഇരിക്കില്ല, അങ്ങനെ കാലൊന്നും പൊക്കി പിടിച്ചേക്കും. അപ്പോൾ അങ്ങനെയാണ് പരിപാടിയൊക്കെ കേട്ടോ. നേരം വെളുത്തൊരു 8 മണി 8:15 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പാല് വാങ്ങാൻ പോകാമെന്നുള്ളതാണ്. നമ്മൾ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ടാവത്തുള്ളൂ ഈ പാല് വാങ്ങൽ പരിപാടി. നമ്മൾ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. ഇതിപ്പം മിൽമയുടെ പാലാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണം. ഓട്ടോയിലാണ് കേട്ടോ ഓട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് സമയം നമുക്കറിയത്തില്ല. എടുത്തെടുത്ത ആളുകളിൽ നിന്ന് എടുത്തെടുത്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇച്ചിരി ലേറ്റാവും, ചിലപ്പോൾ താമസിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഓടുകയാണ്. ഞാൻ ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു എക്സസൈസും ആകും പാല്
മേടിക്കാൻ പോകുന്നത്. അച്ഛൻ പോകാമെന്ന് പറയാം, പക്ഷേ അവളുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഞാൻ പറയും ഞാൻ പൊക്കോളാമെന്ന് പറയും. എനിക്ക് നടന്ന് പോകാനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഓടിപ്പടിച്ച് ഏതായാലും നമ്മുടെ മെയിൻ റോഡ് എത്തി. മെയിൻ റോഡിൽ വരണം കേട്ടോ പാൽ മേടിക്കണമെങ്കിൽ. കറക്റ്റ് ടൈമിങ് ആയിരുന്നു. ഞാൻ ഒരു സെക്കൻഡ് കൂടി താമസിച്ചിരുന്നെങ്കിൽ പാൽ വണ്ടി പോയേട്ടോ. അയ്യോ, അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓട്ടോയിലാണ് കൊണ്ടിരുന്നത് കേട്ടോ. ഓട്ടോയിൽ പോയി എടുത്തിട്ട് ആളുകളുടെ വീടുകളിൽ കൂടെ പോയി എടുക്കുന്നതാണല്ലോ. അപ്പോൾ അത് എപ്പോഴാണ് വരിക നമുക്ക് കറക്റ്റ് സമയം പറയാൻ പറ്റത്തില്ല. ചില ദിവസം 8:30 ആകും, ചില ദിവസം 8:15 വരും. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ കൃത്യം 8:19 വന്നു. 18 വന്നു. ഞാൻ ഓടിപ്പോയില്ലായിരുന്നു, കിട്ടത്തില്ലായിരുന്നു. ഞാൻ ഇത്തിരി സ്ലോ ആക്കി. ഞാൻ വിചാരിച്ച് പോയില്ലായിരിക്കും. കുറച്ച് സമയം 8:22 അങ്ങനെയൊക്കെ ആവും കേട്ടോ വരുമ്പോൾ. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് വേറൊരു റൂട്ടൊക്കെയാണ് ആൾ വന്നത്. നമ്മുടെ ആ പാല് തരുന്ന ആ ചേട്ടൻ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ് കേട്ടോ. ആദ്യമൊന്നും എന്നോട് ചോദിച്ചില്ല. പിന്നെ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ചോദിച്ചു, നിങ്ങളല്ലേ റീൽസൊക്കെ ചെയ്യണമെന്നൊക്കെ. ഭയങ്കര സന്തോഷം. അങ്ങനെ മാത്രമല്ല, എവിടെ പോയാലും നമ്മളെ വീഡിയോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇത്രയും പേരിൽ നമ്മളെ തിരിച്ചറിയാമെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ തടിയുടെ മില്ലുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് പണിയുന്ന സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. പാലൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയിട്ടും ആവക്കുട്ടനും അച്ചാച്ചനും എഴുന്നേറ്റിട്ടില്ല. നല്ല വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളത്തിലിട്ട മീനൊക്കെ ഒന്ന് വറുത്ത് സെറ്റാക്കി എടുക്കാം. അപ്പോഴേക്കൊക്കെ പതുക്കെ എല്ലാവരും എഴുന്നേറ്റ് വരത്തുള്ളൂ. അപ്പോൾ കപ്പയാണെങ്കിലും കുക്കറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് കറി വെക്കും എന്ന് വിചാരിച്ചാൽ ഈ വോയിസ് കൊടുക്കുമ്പോൾ അവക്കുഞ്ഞ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അവളുടെ സൗണ്ട് കേൾക്കുന്നത്. ഈ സമയത്തൊന്നും ആശാത്തി എഴുന്നേറ്റിട്ടില്ല. എണീറ്റ് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. എണീറ്റ് വന്ന് നമ്മൾ കുറേ സമയം തോളയിലൊക്കെ ഇരുന്നാൽ മാത്രമേ അവൾക്കൊരു സെറ്റ് ഉള്ളൂ. പിന്നെ മാത്രമേ താഴെ ഇറങ്ങി നടക്കത്തുള്ളൂ. അതായത് ഏകദേശം ഒരു മണിക്കൂർ കഴിയും. വേണ്ടിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ നേരത്തേക്ക് നമ്മൾ ഭൂമിയിലേക്ക് കാല് ചവിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ചിരിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ഉറക്കത്തിൻ്റെ ഒരു മൂഡിലിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്നാൽ പെരയ്ക്കാവും തുടച്ചതിൻ്റെ ബാക്കി അവൾ കിടന്ന് ഉറങ്ങിയ റൂം തുടച്ചിട്ടില്ലെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മോപ്പെടുത്തപ്പം അവളാണ് എന്നെ സഹായിക്കാൻ വേണ്ടി അവൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്താലും അടിച്ചു വരാനാണെങ്കിൽ ചൂലെടുക്കും, തുടയ്ക്കാനാണെങ്കിൽ ഇതെടുക്കും. ഈ ബോളുകളോടൊരു പ്രത്യേക ക്രേസാണ് കേട്ടോ. കാണുമ്പോഴത്തേ ഇതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അവൾക്ക് ഒരു കളിപ്പാട്ടങ്ങളോടും താല്പര്യമില്ല. അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബീഫ് എന്താ പറയുക, ഫ്രൈ ചെയ്യണം. അതാണ് ഇന്നത്തെ ഒരു പരിപാടി. അപ്പോൾ എന്തായാലും കഴുകി, ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും കഴുകി റെഡിയാക്കി കുക്കറിൽ വെച്ച് സാമഗ്രികളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടിച്ച് ചതച്ചൊക്കെ ചേർക്കാനുണ്ട്. അതായത് പെരിഞ്ചീരകം, എല്ലാവരും സൗണ്ട് ശ്രദ്ധിച്ചില്ല. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് ഇനി അവരുടെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ, ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തില്ലല്ലോ. അപ്പം ബീഫ് അതാ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കറി വെക്കുന്നത്. ഓരോ സ്ഥലത്ത് കറി വെക്കുന്നതിന് ഓരോ വ്യത്യാസങ്ങളുണ്ടാവും. എനിക്ക് മമ്മി പറഞ്ഞു തന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ചിലപ്പോൾ മമ്മി വെക്കുമ്പോഴും ഇതിനകത്ത് ചെറിയ വ്യത്യാസം ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞ് കേട്ട് ഞാൻ ചെയ്യുമ്പോൾ അതിനകത്ത് വീണ്ടും വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് പേരെങ്കിലും കമൻറ്റ് ചെയ്യും ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന്. അപ്പോൾ അത് നല്ല കാര്യമാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരും വയ്ക്കുന്ന കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പം അത് ഓരോരുത്തരുടെ കൈപ്പുണ്യം. എനിക്ക് അത്ര വലിയ കൈപ്പുണ്യമുള്ള ആളൊന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഓരോരോ സാധന സാമഗ്രികളൊക്കെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഉണ്ടാകുന്നത് കുറ്റം പറയാതെ അച്ഛൻ കഴിക്കും. അതുകൊണ്ട് എനിക്ക് ആകെ ഉള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടയ്ക്ക് അച്ഛൻ ബീഫൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചിക്കൻ കൂട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ പല പല സാധനങ്ങളും മേടിക്കണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടാക്കാനാണേലും വിൽക്കാനാണേലും എല്ലാം. അപ്പം പണി ചെയ്ത് എനിക്ക് കാലിന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കാലിൽ നിൽക്കാനേ എനിക്ക് പറ്റത്തില്ല. അപ്പം വയ്യാണ്ടായി എനിക്ക് നിന്ന് ഇതിനിട്ടുള്ള പണികളും അടുക്കള പണി ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് കാല് വേദന എടുത്തിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാവും കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ വേണ്ടി വന്നതാണ്. വേറൊന്നുമല്ല, ഇന്ന് വയ്യാഴികകളാണല്ലോ. എനിക്ക് അസഹനീയമായ കാലുവേദനയാണ് കേട്ടോ. സഹിക്കാനേ പറ്റണില്ല. എൻ്റെ കാല് രണ്ടും എനിക്ക് കുത്താൻ പറ്റണില്ല തറയിൽ. ഇപ്പോൾ ഒരിത്തിരി കുറച്ച് രാവിലെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. കുറേ നാളായി എനിക്ക് വേദന തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുഴമ്പൊക്കെ തേച്ച് തിരുമ്മും. കണ്ടിന്യൂസ് 3-4 ദിവസം തിരുമ്മി കഴിയുമ്പോൾ ഇച്ചിരി കുറയും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതെന്താണ് പറ്റുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ എവിടെയെങ്കിലും പോയാലെന്ന് ഓർത്ത്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫിസിഷ്യനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ വന്നിട്ട് കുറേ സമയമായി. നമ്മുടെ ടോക്കൺ 11 ഇപ്പോൾ 2-3 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനും ഔട്ടിയും കൂടെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് പുറത്ത്. എന്തൊക്കെയോ പണികളൊക്കെ നടക്കുകയാണ് കേട്ടോ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു.
ഞാനും ആവശ്യനും കൂടെ കാറ്റ് കൊള്ളുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു അടിപൊളി മഴ പെയ്തു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം തന്നെ സൂപ്പർ മഴ പെയ്തു. മഴ പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലായി പോയതുകൊണ്ട്. അല്ല ആവട്ടാ എന്നാ അച്ചാച്ചനകത്തുണ്ട്. പക്ഷെ ഇത്തിരി താമസമാണെന്ന് തോന്നുന്നുണ്ട്, കാരണം 1ഉം 2ഉം ഒക്കെ കയറിയിട്ട് ഇറങ്ങാൻ നല്ല സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഇവളാണെങ്കിൽ വഴക്കും ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഇറങ്ങി പോകുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കാലൊന്നും കുത്താൻ പറ്റത്തില്ല. രാവിലെയൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഓരോ പരിപാടികളൊക്കെ ചെയ്തിട്ട് പണി ചെയ്യാണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ. പക്ഷെ അത്രത്തോളം എനിക്ക് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പം കുറേ ദിവസം ആയായിരുന്നു എന്നോട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ പള്ളി പെരുന്നാളിൻ്റെ സംഭവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പെരുന്നാളൊക്കെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ചുമ്മാ ഒന്ന് കണ്ടു നോക്കാം. അല്ല വൈറ്റമിൻ ഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുറവുകളൊക്കെ ആയിരിക്കും. അത് ചെറിയൊരു കുറവല്ല, വലിയ കുറവാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുകളായിരിക്കാം ഇങ്ങനെ വേദന ഉണ്ടാവാനായിട്ടുള്ള ഒരു റീസൺ എന്ന് വിചാരിക്കുന്നു. ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും കണ്ടു നോക്കട്ടെ. ബുച്ചോ ഇന്ന് ബുച്ചു. അപ്പം നമ്മൾ എത്തിയത് ഉച്ച കഴിഞ്ഞത്തെ ഒ പിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരാൾക്ക് തന്നെ ഭയങ്കര സമയം ഒത്തിരി എടുക്കുന്നുണ്ട്. നന്നായിട്ട് പരിശോധിക്കുന്നതുകൊണ്ടാണ് കേട്ടോ, അല്ലാതല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര പോസ്റ്റായിപ്പോയി. ആവട്ടെ അതിന് ഉറക്കം വരുന്നോ? നല്ല രീതിക്ക് പോസ്റ്റായി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ 11ാമത്തെയാണ് നമ്മുടെ ടോക്കൺ. ഏകദേശം 2 പേര് 3 പേരൊക്കെ ആയതേ ഉള്ളൂ. ഒ പി ഡോക്ടർ വന്ന് വിളിച്ച് തുടങ്ങിയിട്ട് കുറച്ച് സമയമായി, ഏകദേശം 1 മണിക്കൂറായി. പക്ഷേ ആൾക്കാർ തീരുന്നില്ല കേട്ടോ. എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് വന്നതുകൊണ്ട് അവളാണെങ്കിൽ ഇതിലെല്ലാം ഇറങ്ങി നടന്ന് അപ്പോൾ അവളില്ലാണ്ട് വരാമെന്ന് വെച്ചാൽ അതും നടക്കത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും കുറേ പരിപാടികളൊക്കെ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞത് ഗുളിക തന്നിട്ടുണ്ട്, ടാബ്ലറ്റ് തന്നിട്ടുണ്ട് കഴിക്കാനായിട്ട്. അത് പോരാഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരാൻ പറഞ്ഞു. കുറവില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരുമ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. വൈറ്റമിൻ ഡി അവിടെ വന്നിട്ട് ചെക്ക് ചെയ്താലും മതിയല്ലേ, പുറത്ത് നമുക്ക് ചെയ്യാം. അതിൻ്റെ കുറവായിരിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേദന എടുക്കുന്നത് ഒരുപാട് വേദനകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ അത് ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറവുകൊണ്ടായിരിക്കും ആ വേദന ഈ വേദനയൊക്കെ വരണേന്ന്. പക്ഷേ ഇതുവരെ ഞാനത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും രണ്ടും കൽപ്പിച്ച് കഴിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി ഗുളിക ടാബ്ലറ്റ്. പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറിനോട് പറഞ്ഞത് ടാബ്ലറ്റ് കഴിച്ചോ കുഴപ്പമില്ല, എന്നിട്ട് വേദനയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അത് മുഴുവൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീക്കിലി 1 ടാബ്ലറ്റ് വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ 8 ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അതിന് ഇനി ഒരെണ്ണം കൂടെ എനിക്ക് കഴിച്ച് തീർക്കാനുള്ളൂ. അപ്പം അതുകൊണ്ട് അതുകൂടെ കഴിച്ചിട്ട് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി അതുകൂടെ കഴിച്ചിട്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. നമ്മൾ വീട്ടിൽ പോയ സമയത്ത് നമ്മുടെ ചെടികൾ മുഴുവനും ഈ വർക്കേരിയയിൽ എടുത്തു വെച്ചിട്ടാണ് കേട്ടോ പോയത്. കാരണം ഭയങ്കര വെയിലായതുകൊണ്ട് മുഴുവനും നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ചേട്ടാ ഇതന്ന് കരിയാപ്പാണ് കേട്ടോ. കറിവേപ്പ് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇവിടെ മുഴുവനും ചെടിയൊക്കെ എടുത്തു വെച്ചിട്ട് പോയി. ഫ്രണ്ടിൽ വെയിൽ താങ്ങാനുള്ള ശക്തി ഈ ചെടിക്കില്ല. ഈ ചെടി ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിങ്ങനെ തളർന്ന് കുത്തി വാടിപ്പോയി കളറൊക്കെ മാറിപ്പോകും കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ലതായിട്ട് ഇരിക്കുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും കളറൊക്കെ പോയി കേട്ടോ. ആരത് വെച്ച് നിലത്തിറങ്ങി നിൽക്കുന്നില്ല കേട്ടോ. തോളയിൽ ഇങ്ങനെ അള്ളി പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്താൽ കട്ടിൽ നിർത്തിയിട്ട് അവൾ അവിടെ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. ചില സമയത്ത് അവളെങ്ങനെയാണ് ഭയങ്കര വാശിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ ചുമ്മാ അവളെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഫോണിങ്ങനെ ക്യാമറ ഇങ്ങനെ ഓണാക്കി പിടിച്ചാണ്. അപ്പോൾ അവൾ നമ്മളെന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് കാണാനൊരു പ്രത്യേക രസമുണ്ട്. അപ്പോൾ ഇപ്പോൾ അവൾ ഒളിച്ചു കളിയാണ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ അവൾക്കറിയാം ഞാൻ അവളെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം. എപ്പോഴും ആദ്യം കാണണം എന്ന് പറയുന്ന കടിച്ചോ മുടിയൊക്കെ വലിച്ച് പറിക്കും കേട്ടോ. അതാണ് ഈ കുഞ്ഞു പിള്ളേരുടെ ഒരു പരിപാടിയാണ് മാന്തിച്ച കടി. അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവൾക്കും നല്ല രീതിക്കുണ്ട്. നമ്മുടെ വായിക്കകത്തേക്ക് ഈ ഒരു വിരൽ കുത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ തോട്ടി പിടിച്ചിങ്ങനെ വലിക്കുന്നത് ചക്കയൊക്കെ പറിക്കാൻ വേണ്ടി വിളിക്കുന്നത് ഒറ്റ വലിയാണ് കേട്ടോ. നമ്മുടെ ഒരു പ്രദേശത്തെ തൊലിയൊക്കെ അത് അത്രയും സെൻസിറ്റീവായിട്ടുള്ള സ്കിൻ അതായതുകൊണ്ട് അതിങ്ങനെ വലിച്ച് പറിച്ചിങ്ങനെ എടുത്തുകൊണ്ട് പോരും കേട്ടോ. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ പല്ലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ഇവളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്ന അറിയില്ല കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഗ്ലാസ് എടുത്ത് എനിക്ക് വെച്ച് തന്നു. ഞാനത് വെക്കുന്നത് നമുക്ക് കാണണം. അപ്പോൾ അതാണ് അവളുടെ പരിപാടി. അപ്പോൾ അത് വെച്ചിട്ട് അവൾക്കിങ്ങനെ കുത്തി കുളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവരുടെ കൂടെ ഇരുന്നാൽ നമ്മൾ സമയം പോകുന്നത് അറിയില്ല. ഒപ്പം നമ്മൾ വലഞ്ഞു പോകും കേട്ടോ. കുറേ സമയമായി കഴിയുമ്പോഴത്തേക്ക് വടി കുത്ത് മാന്ത്
ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇടാറില്ല. അങ്ങനെ നമ്മൾ എന്താ പറയുക, അതിൽ സത്യം പറഞ്ഞ സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്താ പരിപാടി എന്നൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ പരിപാടികൾ പലതാണ്, പല പരിപാടികളായിരുന്നു. നമുക്ക് അതിനൊന്നിനും സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ Q&A ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തൊരു കമൻറ്റ് പോസ്റ്റ് ഇട്ടാലോ ഒന്ന്, പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ വീഡിയോയുടെ ഇടയിൽ ചോദിച്ചോളൂ കേട്ടോ. കമൻറ്റ് പോസ്റ്റ് പുറകെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം സമയം കിട്ടും പോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.